നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ശക്തമായ വാദങ്ങൾ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ വഖഫ് കേസുകളിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ഭരണഘടനാപരമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായ വാദം ഉന്നയിക്കപ്പെടുന്നതുവരെ കോടതികൾക്ക് ഇടപെടാനാകില്ല എന്നും കോടതി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് കോടതിയുടെ പ്രതികരണം. നേരത്തെ ഹർജികൾ പരിഗണിച്ച കോടതി 3 കാര്യങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഉപയോഗത്തിലൂടെയുള്ള വഖഫ് കൗൺസിലിലേക്കുള്ള സംസ്ഥാന വഖഫ് ബോർഡിലേക്കും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത്, സർക്കാർ ഭൂമി വഖഫ് സ്വത്തായി തിരിച്ചറിയുന്നത് എന്നിവയാണ് തർക്ക വിഷയമായത്. ഇക്കാര്യങ്ങളിൽ ഉടൻ പരിഹാരം കൈക്കൊള്ളണമെന്നായിരുന്നു അന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. ഈ 3 വിഷയങ്ങളിലും കേന്ദ്രം മറുപടി നൽകിയിട്ടുണ്ടെന്ന് ഇന്ന് ഹർജി പരിഗണിക്കവേ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ രേഖാമൂലമുള്ള ഹർജികളിൽ മറ്റു പല കാര്യങ്ങളും പരാതിക്കാർ ഉയർത്തിയിട്ടുണ്ടെന്നും കോടതി ഈ 3 വിഷയങ്ങളിൽ മാത്രം ഇടപെടണമെന്നും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു. ശക്തമായ എതിർപ്പാണ് ഹർജിക്കാരുടെ അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗയും ഇതിനെതിരെ ഉയർത്തിയത്. മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന തങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 3 വിഷയങ്ങളിൽ മാത്രം വാദം പരിമിതപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് നിയമം. കുറഞ്ഞത് 5 വർഷമായി ഇസ്ലാം പിന്തുടരുന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാകൂ. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വഖഫ് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കണം. ഇത് അന്യായവും ഭരണഘടനാ വിരുദ്ധവുമാണ്, സിബിൽ പറഞ്ഞു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് RS ഗവായി കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ലെന്ന് പ്രതികരിച്ചത്. പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ഭരണഘടനാ സാധുതയുണ്ട്. വ്യക്തമായ ഒരു വാദം ഉയർത്താതെ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല. നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേരളവും കക്ഷി ചേർന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഭൂമി വഖഫ് ആയാൽ അത് എക്കാലത്തും വഖഫ് ആയിരിക്കുമെന്നതാണ് അടിസ്ഥാന തത്വമെന്നും വഖഫ് ആയതിനു ശേഷം അതിന്റെ സ്വഭാവം മാറ്റാനുള്ള അധികാരം വഖഫിനോ വ്യക്തികൾക്കോ ഇല്ലെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി.